ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്. ഞാൻ ആ ഒരു ഫോർമുലയിൽ തന്നെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് വരുമ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ആൻസർ, ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോഷീസ് ഇന്റഗ്രൽ തിയറം എന്താണെന്ന് പറഞ്ഞിരുന്നു. ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആവുന്ന ഒരു കണ്ടീഷൻ നമ്മളുടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എല്ലാ സ്ഥലത്തും അനാലിറ്റിക് ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് നമ്മുടെ കയ്യിൽ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, നമ്മളുടെ ഫംഗ്ഷൻ ആ തന്നിരിക്കുന്ന റീജിയനിൽ അനാലിറ്റിക് ആവുകയും അവിടെ സെഡ് നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മളുടെ റീജിയനിൽ ഉണ്ടാവുകയും ചെയ്താൽ അത് ഉപയോഗിച്ച് നമുക്ക് ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഡി സെഡ് ഫോമിലാണെങ്കിൽ നമുക്ക് എന്ത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? 2πi എഫ് ഓഫ് സെഡ് നോട്ട് യൂസ് ചെയ്താൽ മതി. ഇതിൽ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആ റീജിയനിൽ അനാലിറ്റിക് ആവണം, സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ആ റീജിയനിന്റെ അകത്ത് ആവുകയും വേണം. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ചോദിച്ച ഒരു ക്വസ്റ്റ്യനോട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇവാലുവേറ്റ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി. ചിലപ്പോൾ ക്ലോസ്ഡ് ഇന്റഗ്രലിന് പകരം ഡയറക്റ്റ് ഓപ്പൺ ഇന്റഗ്രൽ ആയിട്ടും തരും. നിങ്ങൾ ആ ഫോർമുല കൃത്യമായിട്ട് നോക്കി ആ രീതിയിലാണോ എന്ന് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. cos 2z ഡിവൈഡഡ് ബൈ 4z dz ഇതായിരുന്നു ക്വസ്റ്റ്യൻ. സി എന്ന് പറയുന്ന റീജിയൻ ആയിട്ട് തന്നിരുന്നത് മോഡ് z മൈനസ് ഐ ഈക്വൽ ടു 1 ഇതായിരുന്നു റീജിയൻ. അപ്പൊ ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി cos 2z ഡിവൈഡഡ് ബൈ 4z dz വെർസീസ് ദ റീജിയൻ മോഡ് z മൈനസ് ഐ ഈക്വൽ ടു 1. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, എന്തായാലും നമുക്കിവിടെ ഡയറക്റ്റ് അത് നമുക്ക് റീജിയൻ ഒന്ന് വരച്ചു നോക്കാം. ഡയറക്റ്റ് ചെയ്യൽ പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് റീജിയൻ ഒന്ന് വരച്ചു നോക്കാം. നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് മോഡ് z മൈനസ് ഐ ഈക്വൽ ടു 1 ആണ്. സോ നമുക്കറിയാം മോഡ് സെഡിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എക്സ് പ്ലസ് ഐ വൈ മൈനസ് ഐ ഈക്വൽ ടു 1 എന്ന് വരും. സോ എന്താണ് ഇത് വരിക? മോഡ് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് രണ്ടിലും കോമൺ ആയിട്ട് ഐ നമ്മൾ പുറത്തേക്ക് എടുത്താൽ പിന്നീട് വരുന്നത് y മൈനസ് 1 ഈക്വൽ ടു 1 എന്നാണ്. മോഡ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് റൂട്ട്, നമുക്കറിയാം മോഡ് z എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയതുകൊണ്ട് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് വരും. നമ്മൾ ആ റീജിയൻ വരയ്ക്കാനായിട്ട് പോവാണ്. സോ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് വരും. നമുക്കറിയാം ഇത് സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. സർക്കിൾ വിത്ത് സെന്റർ 0 0 അല്ല വരിക, സെന്റർ 0 1 ആയിരിക്കും. ആൻഡ് സെന്റർ 0 1 ആയിരിക്കും, റേഡിയസ് 1 ആയിരിക്കും. റേഡിയസ് 1 ആയിട്ടുള്ള സെന്റർ 0 1 വരുന്ന സർക്കിൾ ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ചെറിയൊരു സ്കെച്ച് അതിൻ്റെ ഒന്ന് വരച്ചു നോക്കാം. എക്സ് 0യും വൈ 1 ആവുന്നത് ഏകദേശം ഇവിടുത്തെ ഒരു പോയിന്റ് ആയിരിക്കും. ഇതാണ് മെയിൻ ആയിട്ട് 0 1 എന്ന് വരുന്നത്. ഇത് റേഡിയസ് ആയിട്ട് വരുന്ന സർക്കിൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയുള്ള ഒരു സർക്കിൾ ആയിരിക്കും. ഇവിടെ നമുക്കറിയാം 0 2 പ്രസന്റ് ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? ഇവിടെ 0 0 ഉണ്ടാവും. ഈ സർക്കിളാണ് വരിക. സെന്റർ ഇവിടേക്കൊക്കെ റേഡിയസ് 1 ആയിരിക്കും. ഇതായിരിക്കും നമ്മളുടെ സർക്കിളായിട്ട് വരുന്നത്. ഇനി ഈ ഒരു സർക്കിളുമായിട്ട് നമ്മളുടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ നമുക്ക് ആ റീജിയൻ കിട്ടി. ഈ റീജിയനിൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിന്റെ ഡയറക്റ്റ് ഇന്റഗ്രൽ നമുക്ക് പോസിബിൾ അല്ല. കാരണം ഇവിടെ നമ്മൾ ഈ ഇതിനെ മൊത്തത്തിൽ ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുത്താൽ എഫ് ഓഫ് സെഡ് ആയിട്ട് cos 2z ബൈ 4z എടുത്താൽ അതിന്റെ അനാലിറ്റിസിറ്റി നഷ്ടപ്പെടുന്ന ഒരു പോയിന്റ് ആണ് z ഈക്വൽ ടു 0. ആ 0 എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത്. പക്ഷെ ആ സർക്കിളിന്റെ മുകളിലാണ്. സർക്കിളിന്റെ മുകളിലായാലും സർക്കിളിന്റെ അകത്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോഷീസ് ഇന്റഗ്രൽ തിയറം കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ ഫംഗ്ഷന് എല്ലാ സ്ഥലത്തും അനാലിറ്റിക് അല്ല. 0യിൽ അനാലിറ്റിസിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. 0 എന്ന് പറയുന്നത് നമ്മുടെ റീജിയന്റെ മുകളിലാണ്. മുകളിലായാലും അകത്തായാലും നമുക്ക് കോഷീസ് ഇന്റഗ്രൽ തിയറം കൊടുക്കാൻ പറ്റില്ല. പുറത്തായിരുന്നെങ്കിൽ നമുക്ക് ഇത് എല്ലാ സ്ഥലത്തും അനാലിറ്റിക് ആണെന്ന് പറഞ്ഞ് ഇന്റഗ്രലിന്റെ വാല്യൂ 0 എന്ന് എഴുതാമായിരുന്നു. അപ്പോൾ നമുക്ക് കോഷീസ് ഇന്റഗ്രൽ തിയറം ഇത് അപ്ലൈ ചെയ്യണം. ഇതിനെ ഈ ഫോമിലോട്ട് നമ്മൾ മാറ്റണം. നമ്മൾ ആ ഫോമിലോട്ട് മാറ്റാൻ വേണ്ടി നമ്മളുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി cos 2z ഡിവൈഡഡ് ബൈ 4z dz ആണ്. ഇതിനെ നമുക്ക് ആ ഫോമിലോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി cos 2z ഡിവൈഡഡ് ബൈ 4 ഒരു കോൺസ്റ്റന്റ് ആണ്, ഞാൻ പുറത്തേക്ക് വെച്ചിരുന്നു, z മൈനസ് 0 എന്ന് എഴുതുന്നു. z മൈനസ് 0 എന്ന് എഴുതുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. z ഉം z മൈനസ് 0യും ഏകദേശം സെയിം അല്ലേ?
സോ അതുകൊണ്ട് ഇതിനെ നമുക്കിപ്പോൾ ഇങ്ങനെ വന്നു. ഇനി ഞാൻ ആ 1/4 കൂടി ഒന്ന് പുറത്തേക്ക് വെച്ചാൽ 1/4 പുറത്തേക്ക് വെച്ചാൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി cos 2z ഡിവൈഡഡ് ബൈ z മൈനസ് 0 dz എന്ന്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇതാ cos 2z എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതിനുള്ളിൽ മൊത്തത്തിൽ അനാലിറ്റിക് ആണ്. ദെൻ അതേപോലെ തന്നെ ഇവിടെ z0 എന്ന് പറയുന്നത് 0. അതാണ് നിങ്ങൾ റെഡിക്ക് ശ്രദ്ധിക്കേണ്ടത്. z0 എന്ന് പറയുന്നത് 0 വിച്ച് ഓൺ ഓർ ഇൻസൈഡ് എന്നുള്ളതാണ് നമ്മുടെ ഡെഫിനേഷനിൽ പറയുന്നത്. ഇത് ഒന്നെങ്കിൽ ഈ റീജിയൻ അകത്താവണം അല്ലെങ്കിൽ ആ റീജിയന്റെ മുകളിലാവണം. അപ്പോൾ 0 എന്ന് പറയുന്നത് റീജിയന്റെ മുകളിലായതുകൊണ്ട് നമുക്ക് എന്താ പറയാം, z0 0 ബിലോങ്സ് ടു അവർ റീജിയൻ എന്ന് പറയാം. ഇവിടെ ഈ റീജിയൻ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാം. ഇപ്പോൾ മോഡ് z ഈക്വൽ ടു 1 ഒക്കെ ആണെങ്കിൽ 1 റേഡിയസ് വരുന്ന സർക്കിളാണ് ഉണ്ടാവുക. അതിനുള്ളിൽ എന്തായാലും 0 എന്ന് പറയുന്ന പോയിന്റ് വരും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ അപ്ലൈ ചെയ്തത് ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്ര മാത്രമാണ്. മോഡ് z ഈക്വൽ ടു 1 ആയിരുന്നു ഇവിടെ റീജിയൻ എങ്കിൽ ഓക്കെ ഇങ്ങനെ വരും, 1 റേഡിയസ് ഉള്ള സർക്കിൾ, അതിനുള്ളിൽ എന്തായാലും 0 വരും. പക്ഷെ മോഡ് z മൈനസ് ഐ ഈക്വൽ ടു 1 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം അത് 0 0ക്ക് മുകളിലൂടെയാണ് പോവുക. അപ്പൊ നമ്മളുടെ z0 എന്ന് പറയുന്ന പോയിന്റ് അതിന്റെ മുകളിലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു റൂള് അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഓർത്ത് വെക്കുക. സോ നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് z എന്ന് പറയുന്നത് cos 2z ആണ്. അപ്പോൾ എഫ് ഓഫ് z0 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 0 എന്ത് വരും, cos 2 into 0 എന്ന് പറഞ്ഞാൽ cos 0 നമുക്കറിയാം 1 ആണ്. ഫംഗ്ഷന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 1 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ആ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സോ ബൈ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല നമ്മളുടെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി എഴുതുന്നു. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി 1/4 പുറത്തുണ്ട്, cos 2z ഡിവൈഡഡ് ബൈ z മൈനസ് 0 dz 2πi f of z0 ആണ് ഇക്വേഷൻ. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു 1/4 മറന്നു പോയത്, 1/4 ഇൻറ്റു 2πi ഇൻറ്റു നമുക്ക് ആ 1/4 ഇവിടെ എഴുതാം, 1/4 ഇൻറ്റു 2πi ഇൻറ്റു എഫ് ഓഫ് z0. എഫ് ഓഫ് z0 എന്ന് പറയുന്നത് 1 ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എഫ് ഓഫ് z0 1 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2πi/4 എന്ന് വരും. ആൻസർ ആയിട്ട് നമുക്ക് എന്ത് വരും, πi/2 എന്ന് വരും. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും കൺഫ്യൂഷൻ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും എന്ത് ചെയ്തു, നമ്മളുടെ പോയിന്റ് നിങ്ങൾ ഡയറക്റ്റ് ഫംഗ്ഷൻ നോക്കും. ഈ ഫംഗ്ഷൻ നോക്കിയിട്ട് ഇവിടെ z 0 ആവുന്ന സ്ഥലത്ത് മാത്രമേ ഈ ഫംഗ്ഷന് അനാലിറ്റിസിറ്റിക്ക് പ്രശ്നമുള്ളൂ. പക്ഷേ 0 ഇതിലല്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഇന്റഗ്രലിന്റെ വാല്യൂ 0 എന്ന് എഴുതും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഈ 0 എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ മുകളിൽ വരുന്ന ഒരു പോയിന്റ് ആണ്. പുറത്തായിരുന്നെങ്കിൽ നമുക്ക് ഇതിന്റെ വാല്യൂ 0 എന്ന് എഴുതാമായിരുന്നു. അതായത് നമ്മുടെ കോഷീസ് ഇന്റഗ്രൽ തിയറം അനുസരിച്ച് ഫംഗ്ഷന്റെ വാല്യൂ 0 എന്ന് എഴുതാമായിരുന്നു. പക്ഷെ അതിന്റെ മുകളിലായതുകൊണ്ട് നമുക്ക് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല കൊടുക്കാൻ പ്രശ്നമില്ല. ഫോർമുലയിൽ ആ പോയിന്റ് ആ റീജിയന്റെ അകത്തോ മുകളിലോ ആണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ബൈ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല നമുക്ക് ഈ ആൻസർ കിട്ടും. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിലും ചോദിച്ചിരുന്നു. നിങ്ങളൊന്ന് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി cos 2z ഡിവൈഡഡ് ബൈ 3z dz ചോദിച്ചിട്ട് റീജിയൻ ആയിട്ട് പറഞ്ഞത് മോഡ് z ഈക്വൽ ടു 1 ആണ്. അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഞാൻ ചെറിയൊരു ഹിന്റ് തരാം, നിങ്ങൾ അത് വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കുക. 1/3 പുറത്ത് വരും. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി cos 2z ഡിവൈഡഡ് ബൈ z മൈനസ് 0 dz എന്ന് എഴുതാം. ഇവിടെ നിങ്ങൾ വരുന്ന z0 0 എന്തായാലും ആ റീജിയനിലായിരിക്കും. കാരണം മോഡ് z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ റീജിയൻ 1 റേഡിയസ് വരുന്ന സർക്കിളാണ്. ഇതിനുള്ളിലായിരിക്കും 0 ഉണ്ടാവും. അപ്പോൾ എന്തായാലും ആ പോയിന്റ് അതിനകത്ത് വരും. എന്നിട്ട് ഇതേ രീതിയിൽ തന്നെ ആ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയറിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ അതായിരുന്നു ഇതേപോലെ തന്നെ, ഇവാലുവേറ്റ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി z സ്ക്വയർ ഡിവൈഡഡ് ബൈ 4z മൈനസ് ഐ റീജിയൻ ആയിട്ട് തന്നിരിക്കുന്നത് യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോഡ് z ഈക്വൽ ടു 1 റേഡിയസ് 1 വരുന്ന സർക്കിളിനെയാണ് നമ്മൾ എന്ത് പറയാം, യൂണിറ്റ് സർക്കിൾ എന്ന് പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ യൂണിറ്റ് സർക്കിൾ എന്ന് കണ്ടാൽ മനസ്സിലാക്കുക റേഡിയസ് 1 വരുന്ന സർക്കിൾ ആണ് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഇവിടെയും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, 4z മൈനസ് ഐ ഈ ഒരു പോയിന്റ് 0 ആയാൽ അനാലിറ്റിക്സ് നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കോഷീസ് ഇന്റഗ്രൽ തിയറം പോസിബിൾ അല്ല. നമുക്ക് ഇതിനെ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റണം. റീജിയൻ ഞാൻ തൽക്കാലം ഇവിടെ വരച്ചു വെക്കുന്നുണ്ട്. നമുക്കറിയാം മോഡ് z 1 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്, റേഡിയസ് 1 വരുന്ന സർക്കിളാണ്.
പക്ഷെ ഇത് നമ്മുടെ ആ ഒരു രീതിയിലോട്ട് നമുക്ക് മാറ്റാം. അത് സെഡ് മൈനസ് സെഡ് നോട്ട് ഫോമിൽ മാറ്റണം. അതിന് വേണ്ടിയിട്ട് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ, രണ്ടിലും ഞാൻ ഫോറിനെ പുറത്തെടുക്കും. ഫോറിനെ പുറത്തെടുത്താൽ 4z ഫോറിനെ പുറത്തെടുത്താൽ സെഡ് ഉണ്ടാവും, മൈനസ് ഐന്ന് ഫോറിനെ പുറത്തെടുത്താൽ I/4 ആണ് ഉണ്ടാവുക. കാരണം ഫോറും നമുക്ക് ഫോറും താഴെയും മുകളിലും വേണമെങ്കിൽ നമ്മൾ താഴെയും മുകളിൽ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഒരു ഫോറും ഇവിടെ ഒരു ഫോറും ഇവിടെ ഒരു 4 ഇവിടെ ഒരു 4ഉം ചെയ്താൽ എന്നാണ് ഉണ്ടാവുക. ഈ 4നെ ഞാൻ പുറത്തേക്ക് എടുത്തു. പിന്നെ ബാക്കി ഉണ്ടാവുക I/4. അപ്പോൾ 1/4 ഇൻറ്റു സെഡ് മൈനസ് I/4 എന്ന് വരും. ഇതിൽ നമ്മൾ ആ 1/4 ഒന്ന് പുറത്തേക്ക് വെച്ചാൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് I/4. ഇപ്പൊ ഇത് നമ്മളുടെ ഫോർമാറ്റിലായി. അതായത് എഫ് ഓഫ് സെഡ് ഇവിടെ ഉണ്ട്, സെഡ് സ്ക്വയർ സെഡ് മൈനസ് സെഡ് നോട്ടിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, I/4. ഇനി പോയിന്റ് ഇതിനകത്താണോ എന്നുള്ളത് കൂടി ഒന്ന് നോക്കിയാൽ മതി. അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏതാണ് ഇവിടുത്തെ സെഡ് നോട്ട് എന്താണ്. ഇവിടുത്തെ സെഡ് നോട്ട് എന്ന് പറയുന്നത് I/4 ആണ്. ഇതിനെ നമുക്ക് 0 + 1/4 I എന്ന് എഴുതാം. അതാണല്ലോ I/4, 0 + 1/4 I. ഏതാണ് ആ പോയിന്റ്? ആ പോയിന്റ് എന്ന് പറയുന്നത് 0, 1/4 ആണ്. 0, 1/4 എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇത് വരിക. എക്സിന്റെ വാല്യൂ 0, വൈന്റെ വാല്യൂ 1/4. അത് ഈ റീജിയൻ അകത്താണ്. 0, 1/4 എന്ന് പറഞ്ഞാൽ x 0യും y 1/4 ആവുന്ന ഏകദേശം ഇവിടെ എവിടെയോ ഉണ്ടാവും. ആ പോയിന്റ് അതിനകത്താണ്. സോ നമുക്ക് എന്ത് പറയാം, ദിസ് പോയിന്റ് ബിലോങ്സ് ടു സി, നമ്മളുടെ റീജിയനിലാണ്. സോ നമുക്ക് എന്ത് കൊടുക്കാം, ബൈ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല. നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 1/4 ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് I/4 dz 1/4 2πi f ഓഫ് സെഡ് നോട്ട്. അതാണ് നമ്മളുടെ വാല്യൂ, 2πi f ഓഫ് സെഡ് നോട്ട്. അപ്പൊ നമുക്ക് എഫ് ഓഫ് സെഡ് നോട്ട് ഒന്ന് കണ്ടുപിടിക്കാം. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് സെഡ് സ്ക്വയർ ആണ്. സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എല്ലാ സ്ഥലത്തും, ഈ റീജിയണിൽ എല്ലാ സ്ഥലത്തും അനാലിറ്റിക് ആണ്. അനാലിറ്റിക് നഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് പോയിന്റ് ഒന്നുമില്ല. സോ എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് നോട്ട് എന്തായിരുന്നു, I/4 എന്നുള്ളത് എന്ത് വരും, I/4 the whole square എന്ന് വരും. I/4 the whole square എന്ന് പറഞ്ഞാൽ I²/4². I² വാല്യൂ നമുക്കറിയാം -1 ആണ്. സോ -1/16. I² വാല്യൂ -1 ആണ്, -1/16. ഇനി നമുക്ക് ഇവിടെ നമ്മളുടെ ഈ ഒരു തിയറം ഒന്നുകൂടി ഞാൻ ആൻസർ ആയിട്ട് എഴുതിയതാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 2πi ഇൻറ്റു -1/16 എന്നുള്ള ആൻസർ വരും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെറിയ അറേഞ്ച്മെന്റ്സ് ഒക്കെ വരുത്തുമ്പോൾ -πi ഡിവൈഡഡ് ബൈ 4/2 വെട്ടിപ്പോയാൽ നമുക്കൊരു 2 വരും. 16 × 32. സോ -πi ഡിവൈഡഡ് ബൈ 32 എന്നുള്ള ആൻസർ വരും. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ആ ഒരു കോഷീസ് ഇന്റഗ്രൽ ഫോർമുല കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4നെ പുറത്തൊക്കെ എടുത്ത് സെഡ് മൈനസ് I/4 നമ്മളുടെ ഫോർമാറ്റിലോട്ട് മാറ്റുകയാണ്. അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ചൊന്ന് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അപ്പൊ എല്ലാത്തിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആദ്യം ഒന്ന് നോക്കുക കോഷീസ് ഇന്റഗ്രൽ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. കോഷീസ് ഇന്റഗ്രൽ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കംപ്ലീറ്റ് ആ റീജിയണിൽ എന്താവണം, അനാലിറ്റിക് ആവണം. പക്ഷെ അനാലിറ്റിക്സ് നഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ രീതിയിൽ ആ ക്വസ്റ്റ്യനെ മാറ്റിയെടുത്തിട്ടാണ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളുടെ കയ്യിലുള്ളത് ഇതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി സെഡ് സ്ക്വയർ മൈനസ് സെഡ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1 dz. രണ്ട് റീജിയനിലായിരുന്നു ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ റീജിയൻ മോഡ് സെഡ് ഈക്വൽ ടു 1, രണ്ടാമത്തെ റീജിയൻ മോഡ് സെഡ് ഈക്വൽ ടു 1/2. അപ്പൊ ആദ്യത്തെ റീജിയൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സർക്കിൾ ആണ്. രണ്ടാമത്തെ റീജിയൻ എന്ന് പറയുന്നത് 1/2 റേഡിയസ് വരുന്ന സർക്കിൾ ആണ്. സെന്റർ 0, 0യും 1/2 റേഡിയസും വരുന്ന സർക്കിൾ ആണ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. അതിന്റെ ആൻസർ നമുക്ക് ഒന്നാമത്തെ ചെയ്യാനായിട്ട് ഞാൻ ആ റീജിയൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കുന്നുണ്ട്. റീജിയൻ നമുക്കറിയാം മോഡ് സെഡ് ഈക്വൽ ടു 1 എന്നാണ്, 1 റേഡിയസ് വരുന്ന സർക്കിൾ. ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഏകദേശം ആ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. സോ എന്താണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ്, നമുക്ക് ഇന്റഗ്രൽ ഒന്ന് എഴുതാം. ഇന്റഗ്രൽ ഓവർ സി സെഡ് സ്ക്വയർ മൈനസ് സെഡ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1 dz. ഇതൊക്കെ വളരെ കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലായി സെഡ് നോട്ട് 1 ആണ്. 1 എന്ന് പറയുന്ന പോയിന്റ്, അതായത് 1 എന്ന് പറഞ്ഞാൽ ഏതാണ് ആ പോയിന്റ്, സെഡ് നോട്ട് 1 എന്ന് പറഞ്ഞാൽ 1 + 0i ആണ്, 0.10.
10 എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയാം ഈ സർക്കിളിന്റെ മുകളിലാണ് വരുന്നത്. അതായത് Z0 ഓൺ C ആണ്. അപ്പൊ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ മതി, Z0 എന്ന് പറയുന്ന പോയിന്റ് ഈ സർക്കിളിനകത്തോ സർക്കിളിന്റെ മുകളിലോ ആയാൽ മതി. അത് ഏകദേശം ഓക്കെ പോയിന്റ് വരുന്നുണ്ട്. ഇനി അടുത്ത നമ്മളുടെ ഫംഗ്ഷന്റെ വാല്യൂ f(z) എന്ന് പറയുന്ന ഫംഗ്ഷൻ. f(z) എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് ആലോചിച്ചാൽ അനാലിസിസിൽ പ്രശ്നം വരുന്ന പോയിന്റ് 1 ആണ്. ആ 1 എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? 1 എന്ന് പറയുന്ന പോയിന്റ് ഇതിന്റെ മുകളിലാണ് വരുന്നത്. 1 എന്ന് പറയുന്ന പോയിന്റ് ഇതിന്റെ മുകളിലാണ്. അതുകൊണ്ട് നമുക്ക് f(z) ആയിട്ട് എന്തെടുക്കാം? z² - z + 1 എന്ന് എടുക്കാം. കാരണം 1 എന്ന് പറയുന്ന പോയിന്റ് പുറത്താണെങ്കിൽ മാത്രമേ നമുക്ക് ആ കംപ്ലീറ്റ് ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന്റെ മുകളിലായതുകൊണ്ട് നമുക്ക് f(z) ആയിട്ട് z² - z + 1 എന്ന് എടുക്കാം. നമ്മളുടെ ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായി. സോ നമുക്ക് ഇവിടെ തന്നെ f(z0) കൂടി ഒന്ന് കണ്ടുവെക്കാം. പിന്നെ ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. f(z0) എന്ന് പറഞ്ഞാൽ f(1) ആണ്. 1² - 1 + 1. ആൻസർ എന്ത് വരും? 1 എന്ന് വരും. 1 1 ക്യാൻസൽ ആയിട്ട് ഫംഗ്ഷന്റെ വാല്യൂ 1 എന്ന് വന്നു. ഇനി നമുക്ക് ബൈ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ C z² - z + 1 ഡിവൈഡഡ് ബൈ z - 1 dz ഈക്വൽ ടു 2πi f(z0) ആണ്. f(z0) എന്ന് പറഞ്ഞാൽ f(1) which is equal to 2πi into 1 എന്ന് വരും. സോ ആൻസർ 2πi. ആൻസർ എന്ത് വരും? 2πi എന്ന് വരും. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ റെഡിക്ക് ശ്രദ്ധിക്കുക. ഇവിടെ നേരത്തെ പോലെ തന്നെ 1 എന്ന് പറയുന്ന പോയിന്റ് ഈ സർക്കിളിന്റെ മുകളിലാണ് വരുന്നത്. സോ നമുക്കത് Z0 ആയിട്ട് എടുക്കാം. ഫംഗ്ഷൻ കംപ്ലീറ്റ് അനാലിറ്റിക് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ 1 എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിന്റെ മുകളിലായതുകൊണ്ട് തന്നെ അനാലിറ്റിസിറ്റി ആ കംപ്ലീറ്റ് ഫംഗ്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ f(z) ആയിട്ട് z² - z + 1 എടുക്കുന്നു. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് അവർ പറഞ്ഞത് mod z = 1/2 ആണ്. ആ റീജിയൻ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കുന്നുണ്ട്. ഇവിടെ 1/2 0 ആയിരിക്കും ഉണ്ടാവും. റേഡിയസ് 1/2 ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ആ ക്വസ്റ്റ്യൻ എന്താ പ്രശ്നം? ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മളുടെ f(z) എന്ന് പറയുന്ന ഇവിടുത്തെ f(z) നമുക്കറിയാം z² - z + 1 ഡിവൈഡഡ് ബൈ z - 1 ആണ്. ഇതിൽ നേരത്തെ ക്വസ്റ്റ്യനിൽ ഈ 1 എന്ന് പറയുന്ന പോയിന്റ് ഇതിന്റെ മുകളിൽ വന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ടി വന്നത്. പക്ഷെ ഇതിൽ നിങ്ങൾ നോക്കൂ, ഇവിടെ അനാലിറ്റിസിറ്റിക്ക് പ്രശ്നം വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് z = 1 നോട്ട് അനാലിറ്റിക് ആണ്. z = 1 നോട്ട് അനാലിറ്റിക്. പക്ഷെ ആ 1 എന്ന് പറയുന്ന പോയിന്റ് ഇതിന് പുറത്തല്ലേ? കാരണം ഇത് 1/2 0 വരെ ഇതിൽ വരുന്നുള്ളൂ. ഈ 1 എന്ന് പറയുന്ന പോയിന്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു C. ഈ 1 എന്ന് പറയുന്ന പോയിന്റ് എവിടെ ഇല്ല? സിയിലില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇതിന് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇതിനെ കംപ്ലീറ്റ് ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. നേരത്തെ പോലെ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ 1 എന്ന് പറയുന്ന പോയിന്റ് ഇതിനകത്തോ ഇതിന്റെ മുകളിലോ അല്ല, ഇതിന് പുറത്തായിട്ടാണ് 1 വരുന്നത്. സോ നമ്മളുടെ ഫംഗ്ഷൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫംഗ്ഷനെ കംപ്ലീറ്റ് ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കും. z² - z + 1 by z - 1 is analytic in mod z = 1/2. mod z = 1/2 എന്ന് പറയുന്ന സർക്കിളിലെ ഈ ഫംഗ്ഷൻ എന്താണ്? കംപ്ലീറ്റ് അനാലിറ്റിക് ആണ്. കാരണം അനാലിറ്റിക് നഷ്ടപ്പെടുന്ന ഒരു പോയിന്റ് ഇല്ല. അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ബൈ കോഷീസ് ഇന്റഗ്രൽ തിയറം. കോഷീസ് ഇന്റഗ്രൽ തിയറം. ഇവിടെ ശ്രദ്ധിക്കണം, കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയല്ല, തിയറം ആണ്. കാരണം ഈ ഫംഗ്ഷൻ കംപ്ലീറ്റ് അനാലിറ്റിക് ആണ്. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ C z² - z + 1 ഡിവൈഡഡ് ബൈ z - 1 dz. z - 1 dz എന്ന് പറയുന്നത് 0 ആയിട്ട് വരും. ആൻസർ 0 എന്താണ്? ബൈ കോഷീസ് ഇന്റഗ്രൽ തിയറം. ഇതിന്റെ വാല്യൂ എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. റീസൺ നിങ്ങൾ റെഡിക്ക് ശ്രദ്ധിക്കുക. നമുക്ക് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല അവിടെ അപ്ലൈ ചെയ്യൽ പോസിബിൾ അല്ല. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ Z0 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത് ഇതിന് പുറത്താണ്. അപ്പൊ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ കംപ്ലീറ്റ് അനാലിറ്റിക് ആണ്. അപ്പൊ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ചൊന്ന് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, നിങ്ങൾക്ക് കുറച്ച് ചിന്തിക്കേണ്ട 1-2 ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതാണ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു f(z) അനാലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കണം. Z0 തന്നിരിക്കുന്ന റീജിയനിലായിരിക്കണം. ആ റീജിയന്റെ മുകളിലായാലും പ്രശ്നമില്ല, മുകളിലോ അകത്തോ ആയിരിക്കണം. f(z) കംപ്ലീറ്റ് അനാലിറ്റിക് ആവണം. അങ്ങനെയാണെങ്കിൽ ഈ റീജിയൻ നമുക്ക് ഈ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ 4z ആയിരുന്നു. അപ്പൊ ഇവിടെ z = 0 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത് ആ റീജിയന്റെ മുകളിലാണ്. അതുകൊണ്ട് നമുക്ക് കോഷീസ് ഇന്റഗ്രൽ തിയറം പറ്റൂല. നമ്മൾ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്തു. അപ്പോൾ ഒരു പ്രശ്നം വന്നു, ഇത് ആ ഒരു ഫോമിലല്ല. അത് നമ്മൾ 4നെ പുറത്തൊക്കെ എടുത്തിട്ട് z-നെ z - 0. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ഡിനോമിനേറ്ററിൽ z ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ z - 0 എന്ന് എഴുതാം.
പുറത്തേക്ക് എടുക്കുന്ന അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, അതുകൂടി വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 4 പുറത്തേക്ക് വന്നു. നമ്മൾ എന്ത് ചെയ്തു? z-0 z0 നോക്കി f of z എഴുതി. ഇവിടെ ഈ പോയിന്റ് അതിന്റെ മുകളിലായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാം. f of z ആയിട്ട് cos 2z എടുക്കാൻ നമുക്ക് പറ്റുള്ളൂ, കാരണം ബൈ 4z എടുത്താൽ z equal to 0 അനാലിറ്റിക്സിറ്റി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരും. സോ നമ്മൾ അതിന്റെ ആൻസർ ചെയ്തു. അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ 4 പുറത്തേക്ക് എടുത്തിട്ട് z-i/4 ഈ റീജിയന്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. സോ ഡയറക്റ്റ് നമ്മൾ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല കൊടുത്തു. പിന്നെ നമ്മൾ ചെയ്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അവിടെയാണ് നിങ്ങൾ 2 റീജിയൻ ഞാൻ എടുത്ത് നിങ്ങൾക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സോ മോഡ് z equal to 1 എടുത്തപ്പം 1 എന്ന് പറയുന്ന പോയിന്റ് ഇതിന് മുകളിൽ വന്നതുകൊണ്ട് നമുക്ക് z0 ആയിട്ട് എടുത്തു. ഫംഗ്ഷൻ ആയിട്ട് z² - z + 1 എടുത്തു. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്തു. പക്ഷെ ഇവിടെ നമ്മൾ മോഡ് z equal to 1/2 എന്ന് പറഞ്ഞാൽ 1/2 റേഡിയസ് വരുന്ന സർക്കിൾ ആണ്. സോ 1 എന്ന് പറയുന്ന പോയിന്റ് അതിന് പുറത്തായതുകൊണ്ട് നമുക്ക് കോഷീസ് ഇന്റഗ്രൽ തിയറം വെച്ചിട്ട് എന്ത് പറയാം? ഇതിന്റെ വാല്യൂ 0 വരുന്നു എന്ന് പറയാം. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ ഹയർ ഓർഡർ, അതായത് ഡെറിവേറ്റീവ്സ് ഒക്കെ വരുന്ന കേസിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് ഈ രീതിയിലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.